ചേട്ടാ ഇത് വെള്ളത്തിന്റെ പ്രശ്നം എല്ലാ വർഷവും ബുദ്ധിമുട്ടുണ്ട് അല്ലെ? എല്ലാ വർഷവും ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ കടല് വെള്ളമല്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്നത്. ഇപ്പൊ കിഴക്കൻ വെള്ളമാണ്. ഈ മാർച്ചിലും വെള്ളം ഇല്ലാത്തതാണ് എല്ലാ കൊല്ലവും. ഈ കൊല്ലം മാർച്ചിലും ഉണ്ടായി. മാർച്ചിലും വെള്ളപ്പൊക്കമാണ്. അതായത് കൂടി പോകാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങൾക്ക്. ഒരു ജോലിക്കും പോകാൻ പറ്റില്ല. ഈ വീട്ടിനകത്തൊരു വെള്ളം കയറി തീർച്ചയായിട്ടും കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ്. പഠനം കാര്യങ്ങൾ എല്ലാ രീതിയിലും തടസ്സമാണ്. ബുദ്ധിമുട്ടാണ്. വീടിന്റെ ചുറ്റും വെള്ളം തന്നെയാണ് അല്ലേ? വെള്ളം തന്നെ, ബാത്റൂമിൽ വരെ വെള്ളം. ചേട്ടാ ആരെങ്കിലും ധരിപ്പിച്ചിരുന്നോ? ആര് പറയാനാ ഇവിടെ പറഞ്ഞിട്ട്? ആരും ഭാവങ്ങളെല്ലാം പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ള. നമ്മളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം നമ്മൾ എന്തായാലും പ്രഷർ ചെയ്യും. ഗവൺമെന്റിലേക്ക് മാക്സിമം നമ്മൾ പ്രഷർ ചെയ്യും. എന്നിട്ട് അവരെ കൊണ്ട് നടപടി എടുപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഇത് പുത്തൻതോട് ഭാഗമാണ്, എറണാകുളം ജില്ലയിലാണ്. സോ നമുക്കിവിടെ GCD എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു ഗ്രേറ്റസ്റ്റ് കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. അവർക്ക് കോടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കോടിയൊന്നുമല്ല, 100-ൽ കൂടുതൽ കോടികളാണ് വന്നിട്ടുള്ളത്. 1000 കോടിയിൽ കൂടുതൽ ഫണ്ട് വന്നിട്ടുണ്ട് കൊച്ചിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പോ അങ്ങനെയുള്ളടത്ത് നമ്മൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ചേട്ടന്റെ തൊഴില് ഇല്ലാതാവുമ്പോ അത് ഗവൺമെന്റിനും കൂടി നഷ്ടമാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് ആയിരിക്കും ഉള്ളത് ഗവൺമെന്റിന്. നമ്മളൊരു 10 രൂപ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ 50 പൈസ ഗവൺമെന്റിനാ. അതില് ഈ പറയുന്ന മാഗി പോലത്തുള്ള സാധനങ്ങൾ വാങ്ങുമ്പോ അതിന് കൂടുതൽ എമൗണ്ടാ. അത് ടാക്സും കൂടിയിട്ടാണ്. അതിൽ കൂടുതൽ ടാക്സ് ആണ് മാഗി പോലെയുള്ള സംഭവങ്ങൾക്ക്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഓരോ സംഭവത്തിനും നമ്മൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കണേ നമ്മുടെ ജീവിത വരുമാനം മെച്ചപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ ഏറ്റവും ബെനിഫിറ്റ് അനുഭവിക്കുന്നത് ഗവൺമെന്റാണ്. അപ്പോ നമ്മളുടെ ഒരു ജീവിത വരുമാനം വർദ്ധിക്കുക, നമ്മളുടെ ജീവിതം ഡെവലപ്പ് ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോ ഇത് നമ്മൾ എന്തായാലും ഗവൺമെന്റിലേക്ക് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ മെയിൽ അയക്കുന്നുണ്ട്. ഈ പറയുന്ന കോർപ്പറേഷൻ കാര്യങ്ങൾ നമ്മൾ ധരിപ്പിക്കുന്നുണ്ട്. ചേട്ടാ നമുക്കൊരു നിവേദനം കാര്യങ്ങള് GCBയിലും ഈ പറയുന്ന പോലെ കാര്യങ്ങള് എന്തായാലും സുനിലേട്ടൻ എന്തായാലും ചെയ്യും. പിന്നെ ഞങ്ങളുടെ സംഘടന ഇത് ചെയ്തിട്ടും കാര്യങ്ങൾ എന്തായാലും ചെയ്യും. അപ്പോ താങ്ക്സ് ചേട്ടാ. അതായത് ഇതിപ്പോ എല്ലാ വർഷവും ഈ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ വർഷവും സത്യത്തില് ഒരു വർഷത്തിലൊരു 4 മാസത്തോളം പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ? ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടച്ച് പാത്രത്തിലേക്ക് ഒഴിക്കല് മാത്രമാണ് നടക്കുള്ളൂ. വേറെ പണിയില്ല നമുക്ക്. നമ്മുടെ ജീവിതം ബുദ്ധിമുട്ടാണ് സത്യത്തിൽ. ഈ മഴയുടെ നിരന്തരമായിട്ട് എല്ലാ വർഷവും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോ നമ്മുടെ വീടിന്റെ ബലം കുറയാണ്, തകർന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലാവും. അപ്പൊ ഓരോരുത്തർ നമ്മള് വാർക്കുന്ന ഇതില് ഇരുമ്പിലേക്ക് കാര്യങ്ങൾക്കൊക്കെ അത് ഇറങ്ങാണ്. ഇത് മുകളില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വിണ്ടിട്ടാണ് കെടുക്കുന്നത്. സോ വീടിന്റെ ബലങ്ങളടക്കം പോയി തുടങ്ങി. ഇതൊക്കെ പുതിയതായിട്ട് നിർമ്മിച്ച് അവരെ പ്ലേസ് ചെയ്യേണ്ടത് വളരെ ഉത്തരവാദിത്വമാണ്. ഈ ബുദ്ധിമുട്ടില് കണ്ടിന്യൂസ് ആയിട്ട് ജീവിക്കുമ്പോൾ ഗവൺമെന്റിലേക്ക് കിട്ടേണ്ട ടാക്സും കൂടിയിട്ടാണ് നഷ്ടപ്പെടുത്തുന്നത്. അതായത് വലിയ ആൾക്കാരുടെ ടാക്സ് മാത്രം പോരല്ലോ, നമ്മളെ പോലെയുള്ള 10 രൂപ ചെലവഴിക്കുന്നതിന്റെ ടാക്സ് കൂടി ഗവൺമെന്റിന് വേണ്ടേ? ആ 10 രൂപ 50 രൂപ നമ്മളാണ് ഗവൺമെന്റിന് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഗവൺമെന്റ് അതോറിറ്റീസ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് പറയാല്ലേ? പുള്ളി ഇപ്പൊ ഇവിടെ നൈബിടം ജയിച്ചു പോടി ഒന്ന് തിരിഞ്ഞു നോക്കടി. അതെ, അല്ല നൈബിടെ ഇവിടെ ജയിപ്പിച്ചു വിട്ടെന്നാണ് പുള്ളി നിക്കണത്. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല. എത്ര വീട് ഇപ്പൊ കട കയറി. ഇപ്പൊ മാക്സി എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് താമസം. മാക്സി തോപ്പടി MLA. അതെ, അവരിവിടെ താമസം ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, അവിടെ പക്ഷെ ഇത്രയും രൂപ അനുവദിച്ചിട്ട് അത് ചെലവഴിച്ചിട്ടൊന്നും കാണാനൊന്നും ഇല്ല. മനസ്സിലാവും ഏട്ടാ. ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മളൊക്കെ ടാക്സ് കൊടുത്തിട്ടാണ് ഈ ഗവൺമെന്റിനെ നമ്മൾ നിലനിർത്തുന്നത്. നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ബെനിഫിറ്റും നമുക്ക് കിട്ടുന്നില്ല. നമ്മൾക്ക് മാസത്തിൽ 6 മാസത്തോളം ലീവ് എടുത്തിട്ട് ഇവിടെ വെള്ളം കയറുമ്പോ അത് തുടച്ച് പാത്രത്തിലേക്ക് ആക്കുന്നതാണ് നമ്മളുടെ തൊഴിലായിട്ട് മാറുന്നത്. ഓക്കെ ഏട്ടാ, താങ്ക്സ് ഏട്ടാ. അപ്പോ ഇത് നമുക്ക് തംബ്നെയിലായിട്ട് കൊടുക്കാം.